അബി അബി എത്രണ്ണാണ്? 3 ഈ അവധിക്കാലത്ത് കുട്ടികളോടൊത്ത് സന്ദർശിക്കാൻ സാധിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു പാർക്കാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള ഇറ നേച്ചർ പാർക്ക്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കണ്ടപ്പോൾ മനസ്സിലായത് നമ്മുടെ നാട്ടിൻപുറത്തെ തെങ്ങിൻ തോപ്പ് അല്ലെങ്കിൽ കവുങ്ങിൻ തോട്ടം എന്നിവ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശത്തെ ഒരു പാർക്കായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. പുറത്ത് അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ 100 രൂപയാണ്. പാർക്കിനകത്ത് കയറിയാൽ അകത്ത് നിരവധി ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് ഫീ നൽകേണ്ടതുണ്ട്. പുറത്ത് കുട്ടികൾക്കുള്ള ഒരു വിശാലമായ പ്ലേ ഏരിയയുണ്ട്. അത് ഫ്രീ ആണ്, അതിന് പ്രത്യേക ചാർജില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂട് സമയമായതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് ഇത്തരം പ്ലേ ഏരിയയിൽ ആസ്വദിക്കാൻ സാധിക്കുക. അല്ലാത്ത സമയത്ത് നല്ല ചൂടാണ്. ഇത് കൊള്ളാം കേട്ടാ, പക്ഷികളെ ഫീഡ് ചെയ്യുന്നത്. സ്റ്റേ ചെയ്യുന്നുണ്ട്, നമ്മൾ ഫുഡ് കൊടുത്താൽ വരും. അതിനകത്ത് കയറിയാൽ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെക്സോട്ടിക്. അതായത് തുറസായ സ്ഥലങ്ങളിൽ പറന്ന് നടക്കുന്ന പക്ഷികളുടെ ഒരു വലിയ ശേഖരം തന്നെ അവിടെയുണ്ട്. വിശേഷിച്ച് വിവിധ വർണ്ണങ്ങളിലുള്ള ആഫ്രിക്കൻ തത്തകൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഈ പക്ഷികളെ നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം അത് ഫീഡ് ചെയ്യുന്നതിനുള്ള ഭക്ഷണം, ധാന്യങ്ങൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷികൾ പറന്ന് വന്ന് കയ്യിലിരിക്കും, അതുപോലെ നമ്മുടെ തലയിലിരിക്കും, ഭക്ഷണം കഴിക്കും. അതൊരു മനോഹരമായൊരു കാഴ്ചയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. ഒരാൾ കുറേ നേരമായി എൻ്റെ മേലെ കൂടിയിട്ടുണ്ട്, പോകുന്നില്ല. എത്രണ്ണാണ്? 3. പശുവുണ്ട്, ആടുകളുണ്ട്. പിന്നെ ഒരു ഒട്ടകമുണ്ട്. ഒട്ടകത്തെ നമുക്ക് തീറ്റ നൽകാൻ പുല്ല് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് ഒട്ടകത്തെ തീറ്റിക്കാൻ സാധിക്കും. ഒട്ടകത്തിനെ ഫീഡ് ചെയ്യുന്നത്. അയ്യോ, വലിയ ഒട്ടകപ്പക്ഷികളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എമു എന്ന പക്ഷിയും അവിടെയുണ്ട്. അതോ മറ്റേതോ? ഇത് പിന്നീട് പാമ്പുകളുടെ ഒരു ശേഖരവും അവിടെ ഉണ്ട്. എല്ലാം വിദേശ ഇനം പാമ്പുകളാണ്. ഈ പാമ്പുകളെ നമുക്ക് കയ്യിലെടുക്കാം, നമ്മളെ തോളിൽ ഇടാൻ സാധിക്കും. വലിയ വർണ്ണ മത്സ്യങ്ങളെ നമുക്ക് തീറ്റ നൽകാൻ സാധിക്കും. അതിനുള്ള സൗകര്യവും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ.
ഇടാ ഇടല്ലേ ഇടല്ലേ ആകെ ഒന്നുള്ളൂ. എൻട്രൻസ് ഫീയുടെ കൂടെ തന്നെ ഫിഷ് സ്പാ ഉണ്ട്. അത് ഫ്രീ ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഫിഷ് സ്പായിൽ ആ പൂളിനകത്ത് കാലിറക്കി വെച്ച് ചെറിയ മത്സ്യങ്ങളുടെ തലോടലുകൾ ആസ്വദിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ എവിടെയായിരുന്നോ? പെരിന്തൽമണ്ണ എറാ പാർക്കിൽ എന്തൊക്കെയുണ്ട്? എന്തൊക്കെ കണ്ട്? അടിപൊളിയാ? സൂപ്പർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇറ പാർക്ക് പെരിന്തൽമണ്ണ.